24 പരമ്പര തുടരുന്നു. നിഗൂഢതകളുടെ തിരുട്ടുഗ്രാമം. കുപ്രസിദ്ധി കൊണ്ട് രാജ്യത്തു തന്നെ പേരെടുത്ത തസ്കര സംഘമാണ് തമിഴ്നാട്ടിലെ റാംജി നഗർ ഗ്യാങ്. അതീവ സുരക്ഷ മറികടന്ന് ബിൽ ഗേറ്റ്സിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഗ്രീൻ കാർഡ് അടിച്ചുമാറ്റിയാണ് റാംജി നഗർ ഗ്യാങ് രാജ്യശ്രദ്ധ നേടിയത്. ആ മോഷണം ഇന്ത്യയിൽ ഉണ്ടാക്കിയ രാഷ്ട്രീയ കോളിളക്കം ചെറുതല്ല. ആ റാംജി നഗർ ഗ്യാങ്ങിന്റെ മിൽ കോളനിയിൽ 24 വാർത്താ സംഘം നടത്തിയ അതിസാഹസിക യാത്രയിലേക്ക്. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കുറുവാ സംഘത്തിന്റെ ഭീതി നിലനിൽക്കുമ്പോൾ കേരള പോലീസ് കുറുവാ സംഘത്തിന്റെ ഒളിസങ്കേതമെന്ന് കരുതുന്ന ട്രിച്ചിയിലെ റാംജി നഗർ കോളനിയിലേക്കാണ് 24 സംഘത്തിന്റെ യാത്ര. കേരള പോലീസും തമിഴ്നാട് പോലീസും യൂണിഫോം ഇട്ട് അകത്തേക്ക് കയറാൻ പേടിക്കുന്ന റാംജി നഗർ കോളനി. അവിടെ ചില കാഴ്ചകൾ കാണാനുണ്ട്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ തസ്കര സംഘങ്ങൾ കേരളത്തിന്റെ ഉറക്കം കെടുത്തുകയാണ്. അതിൽ പ്രധാനികളാണ് റാംജി നഗർ ഗ്യാങ്. ട്രിച്ചി റാംജി നഗർ മിൽ കോളനിയിലെ തസ്കര സംഘം. പാൻ ഇന്ത്യൻ മോഷ്ടാക്കൾ ഗ്രാമത്തിലെത്തി മോഷണം മുതൽ തിരിച്ചുപിടിക്കാൻ പോലീസ് കുറച്ചു വിയർക്കും. അത്രയും ശക്തമാണ് റാംജി നഗറിലെ നിരീക്ഷണം. പോലീസുകാർ തന്നെ ഇത് സമ്മതിക്കുന്നു. അങ്ങോട്ടേക്കാണ് 24 സംഘം എത്തിയത്. പരിചയമില്ലാത്ത 2 പേർക്ക് കോളനിയിൽ എന്ത് കാര്യമെന്ന് ചോദ്യം. പിന്നാലെ ആളുകൂടി. ഒടുവിൽ കോളനിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. ആദ്യ ശ്രമം പരാജയപ്പെട്ടെങ്കിലും അടുത്ത ദിവസം പുലർച്ചെ 5 മണിക്ക് വീണ്ടും കോളനിയിലെത്തി. സാധാരണ ഗല്ലികളിൽ കാണുന്ന കാഴ്ചകളല്ല കണ്ടത്. ആഡംബരത്തിന്റെ പര്യായമായ ഒരു തിരുട്ടു ഗ്രാമം. കേരളത്തിൽ കുണ്ടിലും കുഴിയിലും ഒളിച്ചിരുന്ന് മോഷണം നടത്തുന്ന തിരുട്ടു ഗ്രാമത്തിലെ അംഗങ്ങൾ തമിഴ്നാട്ടിൽ നയിക്കുന്നത് രാജകീയ ജീവിതം. ഞങ്ങൾക്ക് പുറകിൽ കാണുന്ന ഈ ആഡംബര വീടുകളിലാണ് മോഷണ മുതലുകൾ വിറ്റുകിട്ടിയ പണം കൊണ്ട് ആഡംബര ജീവിതം ഈ കള്ളന്മാർ നയിക്കുന്നത്. അംബാനിയുടെ മകന്റെ വിവാഹവേദിയിൽ നിന്ന് ലാപ്ടോപ്പ്, സാക്ഷാൽ ബിൽഗേറ്റ്സിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ സ്യൂട്ട് കേസ്, കാസർഗോഡ് നിന്ന് 50 ലക്ഷം രൂപ. അങ്ങനെ രാജ്യവ്യാപകമായി നടത്തിയ മോഷണ മുതൽ കൊണ്ടാണ് ഈ വീടുകൾ കെട്ടിപ്പൊക്കിയത്. AC-യും കാറും സ്വർണവുമെല്ലാം ഇവിടെ ഭദ്രമായുണ്ട്. 600 കുടുംബങ്ങളാണ് ട്രിച്ചിക്കടുത്തുള്ള ഗ്രാമത്തിൽ താമസിക്കുന്നത്. 50-ലധികം മോഷ്ടാക്കൾ ഇതിലുണ്ടെന്ന് പോലീസ് തന്നെ പറയുന്നു. ബാക്കിയുള്ളവർ മറ്റു ജോലികളിലേക്ക് മാറി. നാട്ടിലെ പറ്റി ഇപ്പോൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് നാട്ടിലെ പറ്റി. പക്ഷേ അതും അപ്പോഴും അത് സത്യം പറഞ്ഞാൽ ഇവർ കുറുവാ സംഘമാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഈ തിരുച്ചിയുള്ള തിരുട്ട ഗ്രാമത്തിലുള്ളവർ ഈ കുറുവാ സംഘമാണെന്ന് അറിയില്ലായിരുന്നു. അതിപ്പോഴാണ് അറിയുന്നത്. ഈ പേര് ഇവിടെ ഇങ്ങനെ ടീംസ് ഉണ്ടെന്നറിയാം. സ്വന്തം നാട്ടിൽ നിന്ന് ഇവർ ഒരിക്കലും മോഷ്ടിക്കാറില്ല. അതുകൊണ്ട് തന്നെ അടുത്തുള്ള റാംജി നഗർ പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ കേസുകളുമില്ല. പക്ഷേ മുംബൈ, കർണാടക, കേരള പോലീസുകൾ എല്ലാ മാസവും ഇങ്ങോട്ടേക്കെത്തും തൊണ്ടിമുതലുകൾ പിടിച്ചെടുക്കാൻ. മോഷ്ടാക്കളുടെ ഗ്രാമമെന്ന ദുഷ്പേര് മാറ്റാനുള്ള ശ്രമത്തിലാണ് റാംജി നഗർ. പക്ഷേ ഒരു ദിവസം ഇരുട്ടി വെളുക്കുന്നത് പോലെ അതങ്ങനെ മാറുകയുമില്ല. ഇപ്പോഴുമുണ്ട് 50-ലധികം മോഷ്ടാക്കൾ ഈ ഗ്രാമത്തിൽ. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മോഷണത്തിന് പോകുന്ന ഈ സംഘത്തെ തിരിച്ചറിഞ്ഞ് വിവരശേഖരണം നടത്താൻ നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് കഴിയാതെയിരുന്നാൽ അത് നാട്ടുകാരുടെ ഉറക്കം ഇനിയും കെടുത്തും. വിഷ്ണു സുരേഷിനും അഭിജിത്തിനുമൊപ്പം എസ് ശ്യാംകുമാർ, 24 ട്രിച്ചി.